സുഖല്ലേ? ഞാൻ ജോർജിയയിലേക്ക് എത്തി. ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ പൊന്നു എന്തൊക്കെയായിരുന്നു. ഞാൻ ഇനി വരത്തില്ല. കൊള്ളടാ കൊള്ളടാ. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. വന്നില്ലേ? ജോർജിയയിലെ ഫസ്റ്റ് വ്ളോഗ്. ഞങ്ങളിപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകും. ഒരു ഊബറൊക്കെ വിളിച്ചങ്ങ് പോയി. അവിടുത്തെ 8 ജില്ല. നമ്മുടെ നാട്ടിലത്തെ അതൊക്കെ ഇൻറ്റു ചെയ്തോ നിങ്ങൾക്ക്. എനിക്കങ്ങ് വയ്യ. 4 പേരും കൂടി 2 രൂപ ഷെയർ ഇട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. കൂടെ ഞങ്ങൾ 4 പേരുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാം. അവിടെ വണ്ടിക്ക് ഒരു പഞ്ഞുമില്ല. എവിടെ നോക്കിയാലും വണ്ടി. പോർഷെ ബി എം പിന്നെ ചവറ് പോലെ കിടക്കണം. നമ്മുടെ നാട്ടിൽ മാരുതി പോലും ഇവിടെ ചുമ്മാ കിടക്കണത് കണ്ടിട്ട് സഹിച്ചില്ല. പിന്നെ ബാങ്കിലേക്ക് ചെന്നു. എനിക്ക് ആവശ്യമുള്ള സാധനം എനിക്ക് കിട്ടി. ആവശ്യമുള്ള സാധനം മൊത്തത്തിൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ആ സ്റ്റാൻഡേർഡ് കാർഡുണ്ട്. മഞ്ഞ കാർഡല്ലാത്ത വേറൊരു കാർഡുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് കാർഡ്. അതെനിക്ക് ഇനി സ്റ്റുഡൻറ്റ് കാർഡായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഒന്നോടെ ഇനി പോകണം. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. എന്നെ ഫസ്റ്റ് കയറ്റി വിട്ടു. ആ പുള്ളിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് ആ പുള്ളിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പുള്ളി എനിക്കൊരു കാർഡ് എടുത്ത് തരുകയും ചെയ്തു. ഇത് സ്റ്റാൻഡേർഡ് കാർഡ്, മറ്റേത് പ്ലസ് കാർഡ്. ആ പ്ലസ് കാർഡ് വലിയ ഉപയോഗമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മന്ദം നടന്നു. പിന്നെ ഞങ്ങൾ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലെത്തി. ഈ സ്റ്റാച്ചു ഏതാണെന്നോ എന്താണെന്നോ എനിക്കും അറിയില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ ചെന്നു യൂണിവേഴ്സിറ്റിയിലേക്ക്. യൂണിവേഴ്സിറ്റി ചെന്നു ഞങ്ങളുടെ അധികാരം ഞങ്ങൾ സ്ഥാപിച്ചു. ഞങ്ങൾ അവിടുത്തെ ബീൻ ബാഗിലൊക്കെ കുറേ നേരം ഇങ്ങനെ കിടന്നു. പിന്നെ അവിടെ ആരും കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പയ്യെ എനിക്ക് അങ്ങ് പോയി. കാലൊക്കെ വെച്ച് ജിങ്കിച്ചിക്ക. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. നല്ല രസമില്ലേ? എൻ്റെ പുറകോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കറങ്ങാനാണെങ്കിൽ കുറേ ഉണ്ട്. പോണ വഴിക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ എപ്പോഴും നടക്കണ പിള്ളേർ തല്ലുകൂടാ ഇല്ലാത്തതുകൊണ്ട് കിളികളൊക്കെ തല്ലുകൂടുക. എന്തായാലും എവിടെ ചെന്നാലും തല്ല് മസ്റ്റാ. ഇവർക്കൊന്നും വീട്ടിലൊരു പണിയില്ല. പിന്നെ ഈ സാധനം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ കുറേ നാൾ നോക്കി നടന്ന സാധനമാണ് മൽബറി. ചുമ്മാ നിലത്ത് ചവറുപോലെ കിടക്കും. അവിടെ നിലത്ത് കിടക്കണം മുട്ടാതാ. ഇവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചുമ്മാ കിടക്കുക. പിന്നെ ഞങ്ങൾ കുറേയൊക്കെ പറിച്ചു. ഇനി ഇവിടെ പറിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അടിച്ചാലോ എന്ന് വിചാരിച്ച് ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ എനിക്ക് വിഷമമായി. ഇതും അവിടുത്തെ സൈഡിലുള്ള ബിൽഡിങ്ങാണ്. എന്ത് വലിയ ബിൽഡിങ്ങാണെന്ന് പറയും. കാണാൻ നല്ല രസം, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതും ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഏരിയയൊക്കെ ആയിരുന്നു. പിന്നെ ഫ്രണ്ടിൽ നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങൾ ഇറങ്ങി സംസാരിച്ച് ഇതാ നിങ്ങളുടെ പോകണമെന്ന് പറയും. ഫുഡ് കഴിക്കാൻ പോകണതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തനെ ജോർജിയക്കാരനായിട്ട് കമ്പനിയായി. പെട്ടെന്ന് കമ്പനിയായി. പിന്നെ ആ പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്നു. ഞങ്ങളും കയറി. മെനു ഒക്കെ കണ്ടെത്തുന്നു. ഒരു ഡിക്ഷണറിയുടെ അത്രയും വലിയൊരു മെനു. ഇരുന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞാൽ എല്ലാം അറിയാവുന്ന വിചാരം. ഒന്നും അറിയത്തില്ല. ജോർജിയൻ ലാംഗ്വേജിലാണ് പകുതി എഴുതിയാക്കണത്. ബാക്കി പകുതി ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവില്ല. എന്തൊക്കെ ചാഞ്ചിഞ്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാട്ടിരുന്ന് ചുമ്മാ പറിച്ചുകൊണ്ടിരുന്നു. ആകെ മനസ്സിലായത് ഒരു പംകിൻ സൂപ്പ് അത് മാത്രം മനസ്സിലായി. അതിനാണെങ്കിൽ 16 രൂപ. 16 ജെല്ല്. ഒരു ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപ കേട്ടോ നമ്മുടെ നാട്ടിൽ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ. പക്ഷേ ഇവിടെ നമ്മൾ നാട്ടിലെ സാധനം വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിലക്കുള്ളതായിട്ട് തോന്നണത്. ഇതെൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്താൽ. അവൻ ഇന്ത്യൻ എന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇന്ത്യൻ കബാബ്. അത് അവൻ തിന്നു നോക്കി. എനിക്ക് ടേസ്റ്റ് അറിയില്ല. ഈ നടുക്കിരിക്കുന്ന സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. ചിക്കനും ചപ്പാത്തി. മറ്റേ 2 അവന്മാർ 2 വാങ്ങിച്ചത്. ഇതിൻ്റെ പേരൊക്കെ ഭയങ്കര കോമഡി ആട്ടോ. ചിക്കൻ മസ്താനി. ഇതാണ് ഞങ്ങൾ കഴിച്ച ഹോട്ടൽ. കിങ്കലി ഫാക്ടറി. നല്ല രസമില്ലേ? പേരൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ഫുഡുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നാ പോയ 1/2 മണിക്കൂർ. അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നല്ല ഗാർഡൻ. ഇവിടെ നല്ല എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട്. ഞങ്ങളിപ്പോൾ സിറ്റിയിലാണ്. സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരുവിധമെല്ലാം നല്ല രസമായിരിക്കും. പിന്നെ ഇവിടുത്തെ കൾച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ റെഡ് ലൈറ്റ് കണ്ടോ? ആ റെഡ് ലൈറ്റ് പച്ചയായി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സീബ്ര ക്രോസിംഗ് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത് പോലീസ് ഉണ്ടെങ്കിൽ 50 ജെല്ലടിച്ച് ഫൈനിൽ തരും. ഇപ്പോൾ കേട്ട സൗണ്ടൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. എൻ്റെ മൈക്ക് താഴെ ചടിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ നേരെ ഒരു വൈകുന്നേരമായി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്താ ICSUയോ അങ്ങനെ ഞാൻ എന്തോ പറയണേ ഇതിന്. എനിക്ക് പേര് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗ് ഉണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തിൻ്റെയും ഫ്ലാഗ് ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾട്ട് എന്ന് പറഞ്ഞ കണ്ടോ, അതൊരു ടാക്സിയാണ്. ഇവിടെ ടാക്സി ആയിട്ടേ ആ പോണ ഒരു BM. ഇവിടെ ചുമ്മാ BM ഒക്കെ കിടക്കും. ചുമ്മാ BM, ചുമ്മാ പോർഷെ എല്ലാം ഇങ്ങനെ ചുമ്മാ കിടക്കുക. നമ്മുടെ നാട്ടിലെ മാരുതിയൊക്കെ പോലെ. പക്ഷെ അവർ എന്താ കൊണ്ടു നടക്കണ അത്ര നല്ല രീതിയിലുമല്ല. ചുമ്മാ ഇടിച്ച് പൊളിച്ചൊക്കെ. രാത്രി ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടുപിടിച്ചു. ദേ കണ്ടോ? നമ്മളെല്ലാം ചെന്നാലും നമ്മൾ ഇന്ത്യ കണ്ടുപിടിക്കും. ഈ കാണാൻ ഞാൻ ഇറങ്ങി പോകുന്ന ടണലിക്കൂടെ. ഈ ഫിറ്റ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഈ ഒരു ടണൽ മാത്രമേ ഇത്ര നന്നായിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും ഗ്രാഫിക്സ് ഒക്കെ വരച്ച് ചുമ്മാ എല്ലാം ബാക്കി വെച്ചേക്കാം. ഈ ടണൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ അറ്റത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ സീബ്ര ക്രോസിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ക്രോസിംഗ് ഉപയോഗിക്കാം. സീബ്ര ക്രോസിങ്ങിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഇതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെത്തി അപ്പുറത്തെ സൈഡിൽ നിന്ന് നടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ശരിക്കും നല്ല കാര്യം കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്യാൻ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അങ്ങ് പോവാം. പിന്നെ ഇതാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ്. കഞ്ഞി. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ്. ഞാനും ഈ പുള്ളിയും കൂടി ഞങ്ങൾ കഞ്ഞി വെച്ചത്. അങ്ങനെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. അത് കണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ അതിൻ്റെ കുറേ നേരം ആലോചിച്ചു. എന്ത് ചെയ്യാൻ, ഇനി പിന്നെ നാളെ കാണാം.
പിന്നെ അടുത്ത വീഡിയോ കാണാം. ആപ്പിളും